നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ചിക്കൻ കട്ട്ലൈറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 സ്പൂൺ മതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക്, മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെയൊക്കെ അളവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. 2 കിഴങ്ങ് വെള്ളമൊഴിച്ച് കുക്കറിൽ 2 വിസിൽ വരെ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് ഉടച്ചെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മുട്ടയ്ക്ക് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസും കൂടെ നമ്മൾ എടുത്ത് വെച്ചു. മസാല നന്നായി തണുത്തതിന് ശേഷം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലൈറ്റ് തയ്യാറാക്കുന്നത്. ഇനി നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയിലൊന്ന് മുക്കിയെടുക്കാം. ഇതിന് പകരം മുട്ട ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. അതിനുശേഷം ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. പാത്രത്തിൽ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 എണ്ണം വീതം ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഇത് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.